യേശു തൻ വേഗം വരുന്നതിനാൽ മുഴങ്കാൽ മടക്കി നമസ്കരിക്കാം. യേശു തൻ വേഗം വരുന്നതിനാൽ മുഴങ്കാൽ മടക്കി നമസ്കരിക്കാം. ഈ റീജിയന്റെ ഈ യോഗത്തിൽ കർത്താവിന്റെ വചനം പങ്കിടുവാൻ ഈ പ്രിയപ്പെട്ടവർ ഈ റീജിയനിലുള്ള നേതൃത്വം എനിക്ക് തന്ന അവസരത്തിന് നിറഞ്ഞ മനസ്സോടെ പ്രിയപ്പെട്ടവർക്കുള്ള സ്നേഹത്തെ നന്ദി അറിയിക്കുന്നു. കർത്താവ് നമ്മെ ഒന്നിച്ച് സഹായിക്കട്ടെ. ദൈവത്തിന്റെ മഹനീയ സാന്നിധ്യം ഇന്ന് പകലിവിടെ ഉണ്ട്. ഓരോ യോഗത്തെയും ധന്യമാക്കുന്നത് വ്യക്തികളുടെ സാന്നിധ്യമല്ല, അരുമനാഥന്റെ സാന്നിധ്യമാണ്. ആ സാന്നിധ്യം അതിന്റെ മുഴുമഹത്വത്തോടെ ഇന്ന് പകലും ഇവിടെ ഉണ്ടെന്ന് അനുഭവിക്കുന്നവർ ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ദൈവം നമ്മെ ഒന്നിച്ച് സഹായിക്കട്ടെ. നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി ഈ പകൽ നമ്മൾ വായിക്കാൻ പോകുന്നത് പ്രത്യാശ നിർഭരമായ ഒരു വേദഭാഗത്തേക്കാണ് ഒന്നിച്ച് നമ്മൾ വരാൻ പോകുന്നത്. റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യമാണ് നമ്മൾ ഒന്നിച്ച് വായിക്കാൻ താല്പര്യപ്പെടുന്നത്. റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യം. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. 24 പ്രത്യാശയാണല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കാണുന്ന പ്രത്യാശയോ പ്രത്യാശയല്ല. ഒരുത്തൻ കാണുന്നതിനായി ഇനി പ്രത്യാശിക്കുന്നത് എന്തിന്? നാം കാണാത്തതിനായി പ്രത്യാശിക്കുന്നുവെങ്കിലോ അതിനായി ക്ഷമയോടെ കാത്തിരിക്കുന്നു. നമ്മുടെ അന്തരാത്മാവിൽ നമ്മെ ജീവിപ്പിക്കുന്നത് ക്രിസ്തീയ പ്രത്യാശയാണ്. ഒരു മനുഷ്യൻ ഇപ്രകാരം പറഞ്ഞു, ഒരുവൻ നിന്ന് പ്രത്യാശ എടുത്തു കളഞ്ഞാൽ ആ മനുഷ്യനെ നമുക്ക് പിന്നീട് ഒരു ഭ്രാന്തനായി കാണാൻ കഴിയും. നമ്മെ അടിയുറച്ചു നിൽക്കുന്ന ഒരു ഘടകം എന്ന് പറഞ്ഞാൽ നമ്മുടെ അകത്തു ദൈവം നൽകിയിരിക്കുന്ന ഉൾനട്ടിരിക്കുന്ന പ്രത്യാശയാണ്. ഈ റോമലേഖനത്തിന്റെ സവിസ്തരമായ ദൈവശാസ്ത്രത്തിന്റെ വ്യത്യസ്ത കോണുകളിൽ നിന്ന് ഇന്ന് ഞാൻ അതിലേക്ക് അധികം പോകുവാൻ താല്പര്യപ്പെടുന്നില്ല. എന്നാൽ ഇവിടെ പറയുന്ന ഒരു പദമുണ്ട്, ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാം. ആരാണ് ഈ നാം? ഈ റോമലേഖനം പറയുന്ന ഒരു വ്യത്യസ്തമായ അനുഭവങ്ങൾ പറയാം. ഒന്ന്, ആദാമിലല്ല ക്രിസ്തുവിൽ ഉള്ളവരായ നാം. 2, ജഡത്തെയല്ല ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന നാം. 3, ന്യായ പ്രമാണത്തിനല്ല കൃപയ്ക്ക് അതീതരായ നാം. 4, അന്യരല്ല മക്കളായ നാം. അപ്പൊ 4 വിധത്തിലാണ് ഈ നാം എന്നതിനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആദാമിലല്ല ക്രിസ്തുവിൽ ഉള്ളവരായ നാം, ജഡത്തെയല്ല ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന നാം, ന്യായ പ്രമാണത്തിനല്ല കൃപയ്ക്ക് അധീനരായ നാം, അന്യരല്ല മക്കളായ നാം. ഈ നമ്മെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ആത്മാവെന്ന ആദ്യദാനവും ലഭിച്ചിരിക്കുന്ന നാം നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുകയാണ്. നമ്മുടെ പ്രത്യാശയാണ് നമ്മെ ഇവിടെ ഇരിക്കാൻ പ്രേരിപ്പിച്ച പ്രധാനപ്പെട്ട കാരണം. ഈ ഭൂമിയിൽ എഴുതപ്പെട്ട യാതൊരു കാര്യത്തിലും ഇവിടെ സംഭവിക്കുന്ന സംഭവങ്ങളും ഒന്നും നമ്മെ അകത്ത് വറീഡാക്കാത്തതിന്റെ കാര്യം നമ്മുടെ അകത്ത് ഉൾനട്ടിരിക്കുന്ന ഒന്നുണ്ട്, അത് ദൈവിക പ്രത്യാശയാണ്. നാം ഇവിടെ ഇരിക്കുന്നതിന്റെ അടിസ്ഥാനപരമായ കാര്യം, ദൈവത്തെ ആരാധിക്കുന്നതിന്റെ അടിസ്ഥാനപരമായ കാര്യം നാം കേട്ടു. ദൈവത്തിന്റെ ശ്രേഷ്ഠത തിരിച്ചറിയുന്നത് കൊണ്ട് നാം ദൈവത്തെ ആരാധിക്കുന്നത്. എന്നാൽ നമ്മുടെ ഉറപ്പ് ഇന്ന് നാം ഇവിടെ ഇരുന്ന് ആരാധിക്കുന്ന ജീവിതം നമ്മുടെ കർത്താവിന് വേണ്ടി വെച്ചുകൊടുത്ത് ഈ കാലങ്ങളിൽ നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം, ഇതിനപ്പുറത്ത് ഒരു ദിവസം വരുന്നുണ്ട്, അന്ന് താനായിരിക്കുന്നത് പോലെ നമ്മുടെ കർത്താവിനെ കാണുന്ന ഒരു ദിവസമുണ്ടെന്ന്. പരിമിതികൾ ഒന്നുമില്ലാതെ തേജസ്സിന്റെ ആ മഹത്വകരമായ അവസ്ഥയിൽ എന്റെ കർത്താവിനെ കാണുന്ന ഒരു ദിവസമുണ്ട്. ഇതാണ് നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത്. ഞാൻ ഈ ഭാഗത്തേക്ക് വരുമ്പം ഈ 7-8 അധ്യായങ്ങൾ പറയുന്ന പ്രധാനപ്പെട്ട 3 ഞരക്കങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒന്ന്, 7-ാം അധ്യായം പറയുന്നു പാപത്തിന്റെ ഞരക്കം. 8-ന്റെ 22 പറയുന്നു ആ സൃഷ്ടിയുടെ ഞരക്കം. ഇവിടെ 23-ൽ പറയുന്നു വീണ്ടെടുക്കപ്പെട്ട ദൈവപുത്രന്മാരുടെ ഞരക്കം. ത്രിവിധ ഞരക്കങ്ങൾ. ഒന്ന്, പാപത്തിന്റെ ഞരക്കം, പാപികളുടെ ഞരക്കം. 7-ാം അധ്യായത്തിൽ പറയുക, അയ്യോ ഞാൻ അരിഷ്ടം മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിനകത്തുനിന്ന് എന്നെ ആർ വിടുവിക്കും? ആഴമായി നിലവിളിക്കുക, ഈ മരണത്തിനകത്തുനിന്ന് എന്നെ ആർ വിടുവിക്കും? വല്ലാതെ
നിലവിളിക്കുന്ന പാപികളുടെ ഞരക്കത്തെ കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ ആ അധ്യായം അവസാനിക്കുന്ന ഇപ്രകാരമാ: നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പാപത്തിന്റെ ഞരക്കത്തെ മാറ്റുവാൻ, ആ പാപത്തിന്റെ സകല ബാന്ധവങ്ങളും വഹിച്ചുകൊണ്ട് അവിടുന്ന് ക്രൂശിന്മേൽ കയറിയതുകൊണ്ട് അവിടുത്തെ അടിപ്പിണരുകളാൽ എനിക്ക് ലഭിച്ചത് ആത്മീക സൗഖ്യമാണ്, ആത്മീക സ്വാതന്ത്ര്യമാണ്. എന്റെ പാപത്തിന്റെ ഞരക്കങ്ങൾ മാറി ഞാൻ ആത്മീക സ്വാതന്ത്ര്യങ്ങൾ പ്രാപിച്ചു. അടുത്തത് 8-ാം അധ്യായത്തിൽ വരുമ്പോൾ രണ്ടാമത്തെ ഞരക്കം കാണാൻ കഴിയുന്നത് പ്രകൃതിയുടെ ഞരക്കമാണ്. അതുകൊണ്ട് 8:19 മുതലുള്ള വാക്യങ്ങൾ താഴേക്ക് കാണുന്നുണ്ട്. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്വത്തിൽ നിന്നുള്ള വിടുതലിനായി കാത്തിരിക്കുന്നു. അടുത്തത് 22-ാമത്തെ വാക്യം: സർവ്വസൃഷ്ടിയും ഇന്നുവരെ ഒരുപോലെ ഞരങ്ങി ഈറ്റുനോവോടിരിക്കുന്നു എന്ന് നാം അറിയുന്നു. സൃഷ്ടി ഞരങ്ങിക്കൊണ്ടിരിക്കുക. സൃഷ്ടി ഞരങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നെയും നിങ്ങളെയും ഈ ഭൂമിയെയും പ്രകൃതിയെയും നോക്കിയാണ്. ഈ ഭൂമി നമ്മെ നോക്കിക്കൊണ്ട് സൃഷ്ടി ഞരങ്ങുക. കാരണം നമുക്ക് വരുത്തുന്ന പരിവർത്തനം മാത്രമേ, നമുക്ക് രൂപാന്തരം വന്നാൽ മാത്രമേ ഈ സൃഷ്ടിക്കും പരിവർത്തനം വരത്തുള്ളൂ. അപ്പൊ സൃഷ്ടി അതിന്റെ ദ്രവത്വത്തിനകത്തു നിന്ന് വിശുദ്ധന്മാരുടെ വീണ്ടെടുപ്പിന് വേണ്ടി ഞരങ്ങിക്കൊണ്ട് കാത്തിരിക്കുക. ഇനിയാണ് പ്രധാനപ്പെട്ട നമ്മളുടെ ഞരക്കം എന്ന് പറയുന്നത്. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും അകത്ത് ഞരങ്ങിക്കൊണ്ടിരിക്കുക. എന്തിനാ? നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ ഒരു പുത്രത്വത്തിന് കാത്തുകൊണ്ട് നമ്മൾ അകത്ത് ഞരങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു കാര്യം ഉറപ്പാണ്: നമ്മൾ താൽക്കാലികത ഉള്ളവരല്ല, നമ്മൾ ഈ ഭൂമിയുമായി ചേർത്ത് ബന്ധപ്പെട്ടവരല്ല. മറിച്ച് നമ്മുടെ പൗരത്വം സ്വർഗത്തിലായതുകൊണ്ട്, നമ്മുടെ കർത്താവ് സ്വർഗത്തിലായതുകൊണ്ട്, അവിടുന്ന് നമ്മെ ഇരുത്തിയത് സ്വർഗത്തിലായതുകൊണ്ട്, നമ്മുടെ പേരെഴുതിയത് സ്വർഗത്തിലായതുകൊണ്ട്, നമ്മുടെ പ്രത്യാശയും ഉൾനട്ടിരിക്കുന്നതും സ്വർഗത്തിലായതുകൊണ്ട് നമ്മൾ കാത്തിരിക്കുന്നത് ആ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി നാം കാത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരു വിശുദ്ധനെ സംബന്ധിച്ച് ഇതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഉറപ്പ് ഞാൻ പറഞ്ഞല്ലോ, ലോകത്തിൽ ഒരു മനുഷ്യനും അട്ടിമറിച്ച് കളയാൻ കഴിയാത്ത ഒരു കാര്യമുണ്ടെങ്കിൽ നമ്മുടെ അകത്തെ പ്രത്യാശയാണ്. അതുകൊണ്ടാണ് ഇതിന്റെ 18-ാമത്തെ വാക്യത്തിനകത്ത് പൗലോസ് പറയുന്ന ഒരു പദമുണ്ട്: നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ലെന്നെണ്ണുക. എന്തുകൊണ്ടാണ് ഈ കാലത്തിലെ കഷ്ടത്തെ നോക്കിയിട്ട് ഒരു ഭക്തന് സാരമില്ലെന്ന് എണ്ണാൻ കഴിയുന്നത്? സാരമില്ലാത്തത് വരാഞ്ഞിട്ടല്ല, സാരമുള്ളതാണ് വന്നത്. പക്ഷേ താൻ ഗൗരവമായി അതിനെ ആ ഗൗരവമായിട്ടുള്ളത് വന്നപ്പോഴും അതിനെ നോക്കി സാരമില്ലെന്ന് പറഞ്ഞതിന്റെ കാരണം 3 ആണ്. ഒന്ന്, എന്തൊക്കെ ഇവിടെ സംഭവിച്ചാലും തൻ്റെ അകത്ത് ദൈവം വെച്ചിരിക്കുന്ന പ്രത്യാശയെ തൊടാൻ അതിന് കഴിയത്തില്ല. ഇത് പറഞ്ഞാൽ ഇവിടെ ചുറ്റും എന്തൊക്കെ ആഞ്ഞടിച്ചാലും, ഇവിടെ എന്തൊക്കെ സംഭവിച്ചാലും ദൈവം അകത്ത് നട്ടിരിക്കുന്ന പ്രത്യാശയുണ്ട്. ആ പ്രത്യാശയെ തൊടാൻ ഈ ഭൂമിയിൽ സംഭവിക്കുന്ന ഒന്നിനും കഴിയത്തില്ല. 2, ഈ ഭൂമിയിലോ, ഈ ഭൂമിയിലുള്ള മനുഷ്യനോ, ഇവിടെയുള്ള അധികാരങ്ങളോ, ഇവിടെയുള്ള രാഷ്ട്രീയ ഉന്നതന്മാരോ ഇവൻ എത്രയൊക്കെ ചെയ്താലും മാക്സിമം ചെയ്യാൻ പറ്റുന്നത് എന്റെ ദേഹത്തോട് ചെയ്യാൻ പറ്റും. ഇവിടുത്തെ രോഗത്തിന് ഏറ്റവും അറ്റത്ത് എന്ത് ചെയ്യാൻ കഴിയും? വേണമെങ്കിൽ എന്നെ, ഈ ശരീരത്തെ തകർക്കാൻ പറ്റും. ക്യാൻസറിന് മാക്സിമം എന്ത് ചെയ്യാൻ കഴിയും? ഈ ദേഹത്തെ തകർക്കാൻ കഴിയും. ഇവിടെയുള്ള മറ്റ് രോഗങ്ങൾക്ക് ഏറ്റവും മാക്സിമം എന്ത് ചെയ്യാൻ കഴിയും? എന്റെ ദേഹത്തെ തകർക്കാൻ കഴിയും. എന്നാൽ എന്റെ പ്രത്യാശ കിടക്കുന്നത് അതിനപ്പുറമായതുകൊണ്ട്, അത് അകത്ത് ഉൾനട്ടിരിക്കുന്നതായതുകൊണ്ട് എന്റെ ദേഹത്തെ തകർത്താൽ എന്റെ പ്രത്യാശ ദേഹസഹിതനായി ഞാൻ എന്റെ ദൈവത്തെ കാണുമെന്ന് എന്റെ അകത്ത് പ്രത്യാശയെങ്കിൽ ദേഹത്തെ കൊല്ലുന്നവരെ അതുകൊണ്ട് പേടിക്കാത്തത്. അതാ പറഞ്ഞു, ദേഹത്തെ കൊല്ലുന്നവരെ പേടിക്കണ്ട. എന്നാൽ ദേഹിയെയും ആത്മാവിനെയും കൊന്ന് നരകത്തിൽ തള്ളാൻ കഴിയുന്ന ഒരുവനുണ്ട്. ആ വ്യക്തിയെ ഭയപ്പെടുവാനിടയാകണം. ദേഹത്തോട് മാത്രമേ ഈ ഭൂമിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയത്തുള്ളൂ. നമ്മുടെ ആത്മാവിനെ തൊടാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഇവിടെ സംഭവിക്കുന്നതിനകത്ത് സാരമില്ലെന്ന് പറയും. അടുത്തത്, ഈ ഭൂമിയിൽ സംഭവിക്കുന്നതൊക്കെ നൊടി നേരത്തേക്കുള്ളൂ, നൊടി നേരത്തേക്കുള്ളൂ. ഒരിക്കൽ ജോൺ കാൽവിൻ എഴുതി വെച്ചൊരു പദപ്രയോഗം ഇപ്രകാരം അദ്ദേഹം പറഞ്ഞു: ഈ ക്രിസ്തു വെളിപ്പാട് എന്റെ അന്തരാത്മാവിൽ വരുന്നതിന് മുമ്പ് എന്റെ ജീവിതത്തിൽ വന്നതൊക്കെയും കടുങ്കട്ടി എന്ന് ഞാൻ ചിന്തിച്ചു, അത് തീരാ ദുരിതമെന്ന് ഞാൻ ചിന്തിച്ചു. എന്നാൽ ക്രിസ്തുവിന്റെ വെളിപ്പാടിലേക്കും പ്രത്യാശയിലേക്കും ഞാൻ വന്ന സമയത്ത് എനിക്ക് മനസ്സിലായത് ഇത് കടുങ്കട്ടിയല്ല, ഇത് പഞ്ഞി
അഗ്നിയേക്കാൾ മൃദുവാണ്. ഇത് തീരാ ദുരിതമല്ല, ഇത് കേവലം ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ മാത്രമേ ഉള്ളൂ. ഇത് നേരത്തെ മനസ്സിലാക്കിക്കൊണ്ട് പൗലോസ് എഴുതി വെച്ചിട്ടുണ്ട്. നോടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യകാലം അത് ലഭിപ്പാൻ ഹേതുവാകുന്നെങ്കിൽ ഇന്ന് രാത്രി ഇന്ന് പകൽ ആ പ്രത്യാശയാകെ താങ്കുരിക്കുന്ന ദൈവമക്കൾക്ക് എത്ര പേർക്ക് ധൈര്യത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയുന്നുണ്ട്? എന്റെ അകത്ത് ദൈവം നട്ടിരിക്കുന്ന ആ ദൈവിക പ്രത്യാശ എടുത്തു കളയാൻ ഇവിടെയുള്ള ഒന്നിനും കഴിയത്തില്ല. നാം ജീവിക്കുന്നത് തന്നെ പ്രത്യാശയല്ല. ഞാൻ പ്രധാനമായ നമ്മൾ വായിച്ച ഭാഗത്തേക്ക് വരാൻ താല്പര്യപ്പെടുകയാണ്. ഈ വീണ്ടെടുപ്പ്, നമ്മുടെ അകത്ത് ദൈവം നൽകിയിരിക്കുന്ന ഈ വീണ്ടെടുപ്പിന്റെ ഉറപ്പിനെ സംബന്ധിയായ ഒരു പ്രധാനപ്പെട്ട 4 ചിന്തകളാണ് നമ്മൾ ഒരുമിച്ച് പങ്കുവെക്കാൻ താല്പര്യപ്പെടുന്നത്. ഈ 23-ാമത്തെ വാക്യം പറയുന്ന ആദ്യത്തെ ഉറപ്പ് ആദ്യദാനമായ പരിശുദ്ധാത്മാവാണ്. ഇവിടെ പറയുന്നു ആദ്യദാനമായ പരിശുദ്ധാത്മാവിനെ ദൈവം നമ്മുടെ ഉള്ളിൽ നിന്നിരിക്കുക. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാം. അപ്പൊ നമുക്ക് എന്ത് ലഭിച്ചു? നമുക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചു. എന്തിന് പരിശുദ്ധാത്മാവിനെ ലഭിച്ചു? ആ പദം പറയുന്നത് നിങ്ങൾക്ക് ഇത് ആദ്യ ദാനമായി ലഭിച്ചിരിക്കുക, ഇത് ഫസ്റ്റ് ഫ്രൂട്ടായി ലഭിച്ചിരിക്കുക. അപാർച്ച എന്നൊരു ഗ്രീക്ക് പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ശരിക്കും ഈ പദം സാധാരണ ഉപയോഗിക്കുന്നത് നമുക്കറിയാം ഈ ആദ്യ ഫലം എന്നതിനാണ്. ആദ്യ ഫലം എന്നതിന് ശരിക്കും ഈ ആദ്യ ഫലം എന്നത് 2 വിധത്തിൽ പൗലോസ് അതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. 1 കൊരിന്ത്യർ ലേഖനത്തിലേക്ക് വരുമ്പം വിശുദ്ധന്മാരുടെ വീണ്ടെടുപ്പിനെ സംബന്ധിയായി പദം തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യ ഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിയിരിക്കുന്നു. ഇവിടെ പരിശുദ്ധാത്മാവിനെയും അതേ പറഞ്ഞിട്ട് പറയുകയാണ്. ഈ പരിശുദ്ധാത്മാവിനെ നമ്മുടെ അകത്തു തന്നതും ഇതൊരു ആദ്യ ഫലമായിട്ടാണ്, ആദ്യ ദാനമായിട്ട് നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുക. ശരിക്കും ഈ പരിശുദ്ധാത്മാവിനെ നൽകപ്പെട്ടതിന്റെ പശ്ചാത്തലം നോക്കിയാൽ ഇത് പെന്തക്കോസ്ത് നാളിൽ ഇറങ്ങി വന്നത് ആ പെന്തക്കോസ്ത് പെരുന്നാളിന്റെ നടുവിലാണ്. ഈ പെന്തക്കോസ്ത് പെരുന്നാളിന്റെ തന്നെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഒരു കൊയ്ത്തിന്റെ ഉത്സവം തന്നെയാണ്, ഒരു കൊയ്ത്തിന്റെ ഉത്സവമാണ്. എന്ന് പറഞ്ഞാൽ ഈ കൊയ്ത്തിന് നന്ദി പറഞ്ഞ് ഈ ജനം ദൈവത്തെ ആരാധിക്കുന്ന ഒരു സമയമാണ് ഈ പെന്തക്കോസ്ത് എന്ന് പറയുന്നത് തന്നെ. എന്ന് പറഞ്ഞാൽ ഈ കൊയ്ത്തിന് മുൻപാകെ ഇവർ ആദ്യത്തെ കറ്റ അവരത് വെട്ടിയെടുത്തുകൊണ്ട് വന്നിട്ട് ഒരുമിച്ച് അതിന് നന്ദി പറഞ്ഞ് ദൈവത്തെ ആരാധിക്കുന്ന ഒരു പെരുന്നാൾ, ദൈവത്തിന് താങ്ക്സ് കൊടുക്കുന്ന ഒരു പെരുന്നാള് ഈ പെന്തക്കോസ്ത് പെരുന്നാൾ എന്ന് പറയുന്നത്. എന്നാൽ ഈ പെരുന്നാളിന്റെ ഭാഗമായി ആയിരക്കണക്കിന് പേർ യെരൂശലേം പട്ടണത്തിന്റെ തിരുനടുവിൽ നിൽക്കുമ്പോൾ ഒരു ഭാഗത്ത് ഒരു കറ്റ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ പെരുന്നാൾ അവർ കൊണ്ടാടുമ്പോൾ അതിനപ്പുറത്ത് ഒരുമിച്ച് 120 പേർ ദൈവത്തിന്റെ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരുന്നപ്പോൾ അവരുടെ ഇടയിൽ ദൈവത്തിന്റെ ദാനമായ പരിശുദ്ധാത്മാവിന്റെ കൈമാറ്റം അവിടെ സംഭവിച്ചു. എന്ന് പറഞ്ഞാൽ അവിടെ കൊയ്ത്തിന്റെ പെരുന്നാൾ, ആദ്യഫലത്തിന്റെ പെരുന്നാൾ നടക്കുമ്പോൾ ഇവിടെ ആദ്യഫലം കൈമാറി കൊടുക്കുക എന്ന് പറഞ്ഞാൽ സഭയ്ക്ക് കിട്ടിയ, എനിക്കും നിങ്ങൾക്കും കിട്ടിയ ഏറ്റവും വലിയ ഉറപ്പ് എന്തെന്ന് ചോദിച്ചാൽ നമ്മുടെ അകത്തു ലഭിച്ച ആദ്യദാനമായ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ദൈവസഭയ്ക്ക് ലഭിച്ച ഏറ്റവും വലിയ ഉറപ്പുണ്ടെങ്കിൽ അതിനാണ് ഇന്ന് പകൽ നമുക്ക് ദൈവത്തിന് നന്ദി കൊടുക്കാൻ കഴിയുന്നത്. ആ പെന്തക്കോസ്തിന്റെ പെരുന്നാൾ നടക്കുമ്പോൾ കൂടിയിരുന്നവരുടെ നടുവിൽ ഈ പരിശുദ്ധാത്മാവിനെ കൈമാറി കൊടുത്തു. ഇത് എന്തിനാണ്? ഇത് ഒരു ഉറപ്പായിട്ട് കൊടുത്തതാ. ശരിക്കും അത് ഉപയോഗിച്ചിരിക്കുന്ന വ്യത്യസ്ത അർത്ഥതലങ്ങൾ നോക്കിയാൽ ഒരു 4 വിധത്തിൽ അതിനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 1, ഇത് കൈമാറിയത് ഒരു ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ്. 2, ഒരു ഡിപ്പോസിറ്റ് ആയിട്ടാണ് ഇത് നൽകിയത്. 3, ഒരു ഡൗൺ പേയ്മെന്റ് ആയിട്ടാണ് നൽകിയത്. 4, ഒരു ഉടമ്പടിയായിട്ട് ഇത് തന്നത്. എന്ന് പറഞ്ഞാൽ ഇതെനിക്ക് ലഭിച്ചത് ഒരാദ്യ ഗഡുവാണ്, ഇതൊരു ഡിപ്പോസിറ്റ് ആണ്, ഇതൊരു ഡൗൺ പേയ്മെന്റ് ആണ്, ഇതൊരു ഉടമ്പടി, ഒരു പ്ലെഡ്ജ് ആണ്. അപ്പൊ ഈ ആത്മാവിനെ എനിക്ക് ലഭിച്ചത് ഒരു ഉറപ്പാണ്. നമ്മൾ ഒരു വീട് വാങ്ങിക്കാൻ, ഒരു വാഹനം വാങ്ങിക്കാൻ നമ്മൾ ഒരു ഡൗൺ പേയ്മെന്റ് കൊടുക്കും. ഈ ഡൗൺ പേയ്മെന്റ് കൊടുക്കുന്ന ഒരു ഉറപ്പാണ്. എന്നാൽ അതിനുശേഷം ഓരോ മന്തിലും അതിൻ്റെതായ തുടർ ഇൻസ്റ്റാൾമെന്റുകൾ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഡൗൺ പേയ്മെന്റ് കൊടുക്കുമ്പോൾ നമ്മളിവിടെ പറയുന്നത് അടുത്ത ദിവസം മുതൽ ഈ വാഹനത്തിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്, ഈ വീട്ടിലാണ് നമ്മൾ അതിന്റെ പ്രൊസീജിയർ കഴിയുമ്പോൾ പാർക്കുന്നത്. എന്നാൽ ഓരോ മാസവും നമ്മൾ എന്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്? നമ്മൾ അതിന്റെ ബാക്കിയുള്ള ഇൻസ്റ്റാൾമെന്റുകൾ കൊടുത്തുകൊണ്ടിരിക്കുക. എന്നാൽ ഈ അഡ്വാൻസ് നമ്മൾ കൊടുത്തപ്പോൾ അവിടെ വെളിപ്പെടുത്തിയ ഒരു കാര്യം, ഇതിനെ ഞാൻ പൂർണ്ണമാക്കി എന്റേതാക്കി തീർക്കും.
എന്നാൽ ചില മന്തുകൾ കഴിയുമ്പോൾ, ചില മാസങ്ങൾ കഴിയുമ്പോൾ അവസാനത്തെ ഇൻസ്റ്റാൾമെന്റ് കൊടുക്കുന്ന ഒരു ദിവസമുണ്ട്. ആ ഇൻസ്റ്റാൾമെന്റ് കൊടുക്കുമ്പോൾ അതുവരെ നമ്മളുടെ പൂർണ്ണ അധികാരത്തിൽ ഇല്ലാതിരുന്ന ഇത് അപ്പോൾ മുതൽ നമ്മുടെ പൂർണ്ണ അധികാരത്തിലേക്ക് വരിക. അതിനു മുൻപും നമ്മൾ അതിനെ അഡ്വാൻസ് കൊടുത്ത് നമുക്കായി വാങ്ങിച്ചതാ. എന്നാൽ അവസാനത്തെ പേയ്മെന്റ് നടത്തുമ്പോൾ അത് പൂർണ്ണമായി നമ്മുടേതായി മാറും. എന്തിനെ ഈ ആത്മാവിനെ നമ്മൾ അകത്ത് തന്നെന്നറിയോ? ഇത് നമുക്ക് അകത്ത് തന്ന ഉറപ്പ. ഈ ആത്മാവിനെ തന്ന ഇതിന്റെ ഉടമസ്ഥൻ നമുക്ക് തരുന്ന ഒരു ഉറപ്പുണ്ട്. നിന്നെ ഞാൻ എന്റേതാക്കി മാറ്റുകയാ. ഇനിയും എത്രയും താമസമെന്നേ ഈ ആത്മാവിനെ നമ്മുടെ അകത്തു തന്ന ഈ ആത്മാവിന്റെ ഉടയവൻ അവിടുത്തെ കാഹളധ്വനി കേൾക്കുമ്പോൾ നമ്മെ പൂർണ്ണമായി തന്റേതാക്കി മാറ്റുന്ന ഒരു തേജസ്സിന്റെ ദിവസവും ഒരു തേജസ്സിന്റെ വെളിപ്പാടും വരുന്നുണ്ടെന്ന് അകത്തു വിശ്വസിക്കുന്നവർ, അകത്ത് ഈ പരിശുദ്ധാത്മാവിനെ അനുഭവിക്കുന്നവർ ധൈര്യത്തോടെ ഇന്ന് പകൽ ദൈവത്തിന് നന്ദി കൊടുക്കുന്നവർ, എന്റെ പ്രാണപ്രിയൻ എന്നെ ചേർക്കുവാൻ വരും. അകത്ത് ഈ ആത്മാവുണ്ടെങ്കിൽ പ്രധാനമായി നമ്മെ സജ്ജീകരിക്കുന്ന രണ്ട് കാര്യത്തിന്, ഒന്ന് നിത്യതയ്ക്ക് വേണ്ടി നമ്മെ ഒരുക്കുന്ന ദൈവത്തിന്റെ ആത്മാവ്. ഈ പരിശുദ്ധാത്മാവിന്റെ അടിസ്ഥാനപരമായ ഏറ്റവും വലിയ പ്രവർത്തനങ്ങളിൽ ഒന്ന് നമ്മെ വിശുദ്ധീകരിക്കുന്ന ആത്മാവ്, നമ്മെ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കുന്ന ആത്മാവ്, പ്രത്യാഗമനത്തിന് വേണ്ടി നമ്മെ ഒരുക്കുന്ന ആത്മാവ്. കാരണം ഇത് വണ്ടർഫുൾ കൗൺസിലർ ആണ്. ഇതെന്നെ വഴികാട്ടുന്ന ആത്മാവാണ്, സത്യത്തിൽ നടത്തുന്ന ആത്മാവാണ്, വഴി എനിക്ക് വെളിപ്പെടുത്തുന്ന ആത്മാവാണ്, ആരും ഉപദേശിച്ചു തരാതെ എന്നെ ഉപദേശിക്കുന്ന ആത്മാവാണ്. ഈ ആത്മാവ് എന്റെ അകത്തു തന്നെങ്കിൽ എന്റെ വഴിയിൽ വരുന്ന സകല വിഘ്നങ്ങളെയും തകർത്തു മാറ്റി അതിന്റെ നടുവിൽ ജയഭേരി മുഴക്കി ആ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ, പ്രാണപ്രിയന്റെ പ്രത്യാഗമനത്തിന് വേണ്ടി ഒരുങ്ങുവാൻ, പാപത്തിന്റെ ജഡത്തിന്റെ പൈശാചികമായ സകല ശക്തികളെയും വെല്ലുവിളിക്കാൻ എന്റെ അകത്ത് വ്യാപരിക്കുന്ന ഒരു ശക്തിയാണ് ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെങ്കിൽ ഇതെന്നെ ഒരുക്കുന്നത് ആ നിത്യതയ്ക്ക് വേണ്ടിയാണ്. ഈ ആത്മാവിനെ എന്റെ അകത്ത് തന്നത് ആദ്യദാനമായി. എന്തിന്? ആ തേജസ്സിന് വേണ്ടിയാണ്. ഇത് ഒന്നല്ല, ഒട്ടനവധി പ്രാവശ്യം ഈ പരിശുദ്ധാത്മാവിനെ വീണ്ടെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. അവിടേക്ക് ഉപയോഗിച്ചിരിക്കുന്ന പദം എന്ന് പറഞ്ഞ അറബോൺ ഒരു പദമാണ്. ഇതൊരു വലിയ ഉറപ്പെന്നൊരു അടിസ്ഥാനത്തിൽ ആ പദം പറയുന്നത്. 2 കൊരിന്ത്യർ ലേഖനം 1:22 വാക്യത്തിൽ പറയുന്നുണ്ട്, അവൻ നമ്മെ മുദ്രയിട്ടും ആത്മാവെന്ന അച്ചാരം നമ്മുടെ ഹൃദയങ്ങളിൽ നൽകിയിരിക്കുന്നു. അച്ചാരം എന്ന പദം നമുക്ക് ഉറപ്പായിട്ട് ഇത് നമ്മുടെ ഹൃദയങ്ങളിൽ തന്നു. അടുത്തത് എഫെസ്യ ലേഖനം 1:14 നോക്കിയാൽ, തന്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിന് അച്ചാരമായ വാഗ്ദത്തത്തിൽ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. എന്തിനാ ഇത് തന്നത്? അവിടെയും പറയുക, തന്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് അവകാശത്തിന്റെ അച്ചാരമായ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിൽ മുദ്രയിട്ടു. അടുത്തത് ഇതേ എഫെസ്യ ലേഖനം 4:30 പറയുന്നു, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അതിനാലല്ലോ നിങ്ങളെ വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. അപ്പൊ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചാൽ എന്താ ചോദ്യം ചെയ്യപ്പെടുന്നത്? നമ്മുടെ വീണ്ടെടുപ്പാ ചോദ്യം ചെയ്യപ്പെടുന്നത്, നമ്മുടെ നിത്യതയാ ചോദ്യം ചെയ്യപ്പെടുന്നത്, നമ്മുടെ കർത്താവുമായിട്ടുള്ള വാസമാ ചോദ്യപ്പെടുന്നത്. കാരണം ഈ ആത്മാവിനാൽ നമ്മെ ബന്ധിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ നിത്യതയുമായിട്ടുള്ള ബന്ധത്തിലാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുതെന്ന് പറയുന്നത്. അടുത്തത് 2 കൊരിന്ത്യർ 5:5 പറയുന്നു, അതിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ അച്ചാരമായി തന്നിരിക്കുന്ന ദൈവം തന്നെ. ഏതിനായി? അതിന്റെ 1 തൊട്ടുള്ള വാക്യം നോക്കിയാൽ മതി. കൂടാരമായ ഞങ്ങളുടെ ഭൗമ ഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത ദൈവത്തിന്റെ ദാനമായി ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ, ഇവിടെ എനിക്ക് അഴിഞ്ഞു പോകുന്നതിന് അപ്പുറത്ത് ഒരു കെട്ടിടം എന്റെ കർത്താവ് പണിതിരിക്കുന്നുവെന്ന ആത്യന്തികമായ ബോധ്യം അകത്തുണ്ടെങ്കിൽ ആ ബോധ്യത്തിനായിട്ട് എന്നെ ഉറപ്പിച്ചത് എന്റെ അകത്ത് ദൈവം നൽകിയിരിക്കുന്ന ഈ വാഗ്ദത്തത്തിൽ പരിശുദ്ധാത്മാവാണെങ്കിൽ, ഈ പരിശുദ്ധാത്മ ശക്തി അകത്ത് അനുഭവിക്കുന്നവർ അവരുടെ അകത്ത് പ്രത്യാശ നിറഞ്ഞു തുളുമ്പി ഇന്ന് പകൽ ഈ പൊതുസഭായോഗത്തിൽ ദൈവത്തിന് ധൈര്യത്തോടെ അകത്തം കൊടുത്തിട്ട് പറയണം, എന്നെ ഉറപ്പിക്കുന്നത് ഈ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ചർച്ച ചെയ്യേണ്ട വിഷയം ഇതാണ്. ഈ വീണ്ടെടുപ്പിന്റെ ഗൗരവ പ്രാധാന്യമുള്ള വിഷയത്തെ ചർച്ച ചെയ്യാൻ, അതിനെ വിശ്വസിക്കാൻ, ആ പ്രത്യാശ ഉയർത്തി പറയാൻ വിളിക്കപ്പെട്ട സമൂഹമാണ് ഞാൻ നിങ്ങളും. പക്ഷെ നമുക്ക് നഷ്ടപ്പെട്ടു പോയത് ഈ പ്രത്യാശയുടെ വെളിപ്പാട്. ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ അന്തരാത്മാവിൽ തന്ന പ്രത്യാശയുടെ വെളിപ്പാട് നഷ്ടപ്പെട്ടു പോയാൽ നമ്മളെക്കാൾ ഹതഭാഗ്യന്മാർ വേറെ ആരുമില്ല. കാരണം എന്തായാലും ഈ മൃഗത്തിന് പ്രത്യാശയില്ല, ഇവിടെയുള്ള ദൈവാസ്തിക്യത്തെ ചോദ്യം ചെയ്തവർ ഈ പ്രത്യാശയില്ല, നാളെയെ പറ്റി അവർ ചർച്ച ചെയ്യാറ് പോലുമില്ല. എന്നാൽ ആ പ്രത്യാശ ലഭിക്കപ്പെട്ട
നിത്യതയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ട കാണുന്നതൊക്കെ അഴിഞ്ഞു പോകും, കാണാത്തത് നിത്യമെന്ന് പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നു, ഞാൻ പോയതുപോലെ വീണ്ടും വരുമെന്ന് പറഞ്ഞ ആ പ്രത്യാശ ലഭിക്കപ്പെട്ട ഞാനും നിങ്ങളും ഈ പ്രത്യാശയെ പറ്റി ചർച്ച ചെയ്യുന്നില്ലെങ്കിൽ നമ്മെ പോലെ പരാജയപ്പെട്ട കമ്മ്യൂണിറ്റി വേറെ ഇല്ല. അങ്ങനെയെങ്കിൽ ആധുനിക പെന്തക്കോസിന് പ്രത്യാശ കൈമോശം വന്നെങ്കിൽ നമുക്ക് മടങ്ങി വരണം ഈ പ്രത്യാശയുടെ സന്ദേശത്തിലേക്ക്. പണ്ടൊരു യോഗം തീരുന്നത്, യോഗം അവസാനിക്കുമ്പോൾ അവിടെ നിറഞ്ഞവർ മടങ്ങിപ്പോകുന്നത് പ്രത്യാശയുടെ സന്ദേശവും പ്രാപിച്ചുകൊണ്ടാണ്. അടുത്ത യോഗത്തിന് വരാൻ പറ്റുമെന്ന് ഉറപ്പില്ല, എന്നാൽ അവർക്കൊരു ഉറപ്പുണ്ട്, എന്റെ പ്രാണനാഥൻ പ്രത്യാഗമിച്ചാൽ നാം ഒന്നിച്ച കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന ആ നിത്യമായ ഒരു വാഴ്ചയുണ്ടെന്ന് അകത്തെ ഒരു ഉറപ്പില അവർ ഓരോ യോഗവും വിട്ടുപോകുന്നത്. 1-ാം നൂറ്റാണ്ടിനകത്തൊക്കെ മരണമൊന്നും അവർക്ക് പ്രതീക്ഷിക്കാൻ കഴിയത്തില്ല, മരണമൊന്നും അവർക്ക് എപ്പോഴാ സംഭവിക്കുന്നത് പറയാൻ കഴിയത്തില്ല. ഏത് നിമിഷവും സാമ്രാജ്യിക ശക്തികൾ അവരെ അറുത്തു മുറിച്ചു കളയും. അവർക്ക് അടുത്ത ദിവസം ഒരുമിച്ച് വന്ന് വിശുദ്ധന്മാരോട് ചേർന്ന് ആരാധിക്കാൻ പറ്റുമെന്ന് ഒരു ഉറപ്പുമില്ല. പക്ഷെ അവർക്ക് ഒരു ഉറപ്പുണ്ട്, കഴുത്താറൊക്കെ പെട്ടാലും ഇതിനപ്പുറത്ത് തേജസ്സിന്റെ ആ ശരീരധാരിയായി ആത്മമണവാളനെ എതിരേൽക്കാൻ കഴിയുമെന്ന ഒരു നിത്യതയുടെ പ്രത്യാശയ അവരുടെ ഹൃദയത്തിനകത്ത് ജ്വലിച്ചു നിന്നത്. ഞാൻ പറഞ്ഞത്, ഒന്ന്, അകത്ത് നൽകിയിരിക്കുന്ന ഈ പരിശുദ്ധ ആത്മാവ് നമ്മെ ഉറപ്പിക്കുന്നത് നമുക്കൊരു വീണ്ടെടുപ്പുണ്ട്. 2, നമ്മുടെ അകത്തുള്ള ഞരക്കം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമുക്കൊരു വീണ്ടെടുപ്പുണ്ടെന്ന്. വീണ്ടെടുപ്പിന് വേണ്ടി ആത്മാവിനാൽ മുദ്രയിരിക്കപ്പെട്ട എല്ലാ വ്യക്തികളുടെയും അകത്തൊരു ഞരക്കമുണ്ട് എന്ന് പറഞ്ഞാൽ അവർ ഈ ജീവിക്കുന്നിടവുമായിട്ട് എവിടെയൊക്കെയോ അവർ ഇറിറ്റേറ്റഡാ. അവർക്ക് എവിടേക്കോ സഹിക്കാൻ പറ്റുന്നില്ല, എവിടേക്കോ അവരുടെ മനസ്സ് അതുമായിട്ടൊരു വിരക്തി തോന്നുക, അവരുടെ മനസ്സ് അതുമായിട്ട് വല്ലാതെ എന്ന് പറഞ്ഞാൽ സാറ്റിസ്ഫൈഡ് അല്ല, അവരിവിടെ സാറ്റിസ്ഫൈഡ് അല്ല. അങ്ങനെയെങ്കിൽ ആ വീണ്ടെടുപ്പിന്റെ ഉറപ്പ് നമ്മുടെ മനസ്സിൽ എവിടെയോ ഒരു ഞരക്കം ഉണ്ടെങ്കിൽ, ഈ ഭൂമിയുമായി നമുക്കൊരു ഞരക്കം ഉണ്ടെങ്കിൽ, ഇവിടെ ജീവിക്കുമ്പോൾ ചിലതുമായിട്ടൊരു വിരക്തി നമുക്കുണ്ടെങ്കിൽ നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുക. എന്നാൽ നമ്മൾ ഇവിടെ എല്ലാം സാറ്റിസ്ഫൈഡ് ആണ്, ഇവിടവുമായിട്ട് ഞാൻ സമരസപ്പെട്ടുകൊണ്ട് നിൽക്കുക, അല്ലെങ്കിൽ ഇവിടവുമായിട്ട് ഞാൻ ചേർന്ന് നിൽക്കുക. എവിടെയോ ആ വീണ്ടെടുപ്പിനെ തടസ്സപ്പെടുത്തുന്നത് പലതും എന്റെ അകത്തേക്ക് ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ലോകത്തോടൊപ്പമെങ്കിൽ ആ ലോകം നിങ്ങളോടൊപ്പം ഉണ്ട്. എന്നാൽ നിങ്ങളെ ഞാൻ ലോകത്തിൽ നിന്ന് എടുത്തത് കൊണ്ട് ആ ലോകം നിങ്ങൾക്ക് എതിരായിരിക്കും. എന്ന് പറഞ്ഞാൽ ലോകം നമുക്കെതിരാ, ലോകത്തിലുള്ളവർ നമുക്കെതിരാ. നാം ഈ ലോകത്തിനെതിരെ നിൽക്കുന്നതിന് ഏറ്റവും വലിയ കാരണം വീണ്ടെടുപ്പിന്റെ പ്രത്യാശ നമ്മുടെ അകത്തുള്ളത് കൊണ്ട് എല്ലാവുമായി സമരസപ്പെടാൻ നമുക്ക് കഴിയത്തില്ല. പറഞ്ഞാൽ എപ്പോഴും അകത്തൊരു ഞരക്കമുണ്ട്. നമ്മൾ ഈ ഭൂമി ജീവിച്ചാലും നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എങ്ങനെങ്കിലും ആ പിതാവിന്റെ സന്നിധിയിൽ എത്തണം. ഞാൻ ഈ കഴിഞ്ഞ മാസങ്ങൾ ഇവിടെ ഉണ്ട്. ഈ ദിവസങ്ങളിലൊക്കെ എൻ്റെ കുഞ്ഞിനെ വിളിക്കുമ്പം, ഈ കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് എൻ്റെ പ്രിയപ്പെട്ടവൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു ദിവസം ആളി വെച്ച് എനിക്കൊരു ബുക്ക് തരണമെന്ന് പറഞ്ഞു. എൻ്റെ വൈഫ് ചോദിച്ചു, എന്തിനാണ് ബുക്ക്? അപ്പ എത്ര ദിവസം കഴിഞ്ഞിട്ട് വരുമെന്ന് എഴുതി കൂട്ടാനാന്ന് പറഞ്ഞു. ഇപ്പൊ ഈ കഴിഞ്ഞ രാവിലെ ഞാൻ വിളിച്ചപ്പം പുള്ളി കണക്ക് കൂട്ടിയിട്ട് പറഞ്ഞ, ഇനി എൻ്റെ വിരലെ എണ്ണാവുന്ന ദിവസം കൂടെ ഉള്ളൂ, ആളിങ്ങ് വരും. ഞാൻ പറഞ്ഞത്, ഇവിടെ നിൽക്കുമ്പോഴും എൻ്റെ മനസ്സിനകത്ത് എൻ്റെ മനസ്സിന്റെ ആവേശമായിട്ട് നിൽക്കുന്നത് തിരിച്ചവിടെ ചെല്ലണമെന്നുള്ള ഒരു കാര്യം തന്നെയാണ്. എന്ന് പറഞ്ഞ ഇവിടെ അനുകൂലമായ എല്ലാ സാഹചര്യങ്ങളും നമുക്കൊരുങ്ങി നിൽക്കുമ്പോഴും നമ്മുടെ മനസ്സിനകവും അപ്പോഴും ഞരങ്ങി നിൽക്കുന്നത് എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കി വെച്ച ഒരു ദൈവിക നിത്യത ഉണ്ടെന്നുള്ള ആത്യന്തിക ബോധ്യം എൻ്റെ അകത്തുണ്ടെങ്കിൽ അകത്ത് ഇറിറ്റേറ്റഡ് ആണ്. ഈ ഭൂമിയുമായിട്ട് ഞാൻ പലതിലും എതിര് നിൽക്കുക, എന്നാൽ എൻ്റെ ഉറപ്പ് എൻ്റെ വാഗ്ദത്തത്തിന്റെ ഉടമ്പടിയുടെ നിവർത്തീകരണമായി എൻ്റെ അരുമനാഥൻ പ്രത്യാഗമിക്കുമെന്ന ബോധ്യമാണ് എന്നെ ധൈര്യത്തോടെ ചലിപ്പിക്കുന്നത്. ഒരു ഭക്തനെ അകത്തു നിന്നുള്ള ഞരക്കമാണ് തൻ്റെ ഉള്ളിലെ ആ നിത്യത ഉറപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഈ പൗലോസ് തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം 20-21 വാക്യത്തിൽ പറയുന്നു, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അപ്പൊ താൻ പറഞ്ഞത്, ഈ കർത്താവ് വരുമെന്ന ബോധ്യമാണ് തന്നെ ധൈര്യത്തോടെ അതിനുവേണ്ടി കാത്തിരിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഇവിടെ ഞരക്കം വരുന്നതും അവിടെ അതിനുവേണ്ടി കാത്തിരിക്കുന്നതും എൻ്റെ അകത്ത് തരുന്ന ഈ ഞരക്കത്തിന്റെ പിൻപിലുള്ള കാരണം എനിക്ക് വെളിപ്പെടുവാനുള്ള പ്രത്യാശയുടെ പൂർത്തീകരണമാണ്. അപ്പൊ അകത്ത് ഞരക്കമുണ്ട്. 3-ാമത്തെ കാര്യം വേഗത്തിൽ പറയാം. ഈ 23-ാമത്തെ വാക്യം പറയുന്നത്, നമ്മൾ എന്തിനാണ് കാത്തിരിക്കുന്നത്? നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട്.
ഇന്ന് ആത്മീയ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രിവിലേജ് എന്തെന്ന് ചോദിച്ചാൽ സൺഷിപ്പാണ്. ഒരു വിശ്വാസി അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രിവിലേജ് എന്തെന്ന് ചോദിച്ചാൽ സൺഷിപ്പാണ്. നമ്മൾ അനുഭവിക്കുന്ന പുത്രത്വമാണ്. എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെ കർത്താവിനെ അപ്പ എന്ന് വിളിക്കാൻ നമുക്ക് അവസരം കിട്ടി. കാരണം പഴയ നിയമത്തിന്റെ ചരിത്രവുമായിട്ട് മുഴുവൻ നോക്കുമ്പോൾ ദൈവീക ആ സത്വത്തെ അവർക്ക് പേടിയാ, ദൈവത്തെ അവർക്ക് പേടിയാ. ദൈവം എന്ന് കേൾക്കുമ്പോൾ തന്നെ യാഹുവേ എന്ന പദം അവരുടെ ആകെ വിറപ്പിക്കുന്ന പദമാണ്. യഹോവ എന്ന പദം അവർ എഴുതണമെങ്കിൽ, ഒരു ശാസ്ത്രി അത് പകർത്തി എഴുതണമെങ്കിൽ ശരീരശുദ്ധി വരുത്തി പുതിയ തൂലിക എടുത്തിട്ട് മാത്രമേ യാഹുവ എന്ന പദം അവർ എഴുതത്തുള്ളൂ. അത്രക്ക് ഭയമാ. കത്തുന്ന മല, തീയ, പുക ഇതൊക്കെ ഉയർന്നു വരുമ്പോ ഭയത്തോടെയാ ആ ദൈവിക പദത്തെ അവർ കാണുന്നത്. എന്നാൽ പുതിയ നിയമത്തിനകത്തേക്ക് വരുമ്പം കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്. പ്രാർത്ഥിക്കാൻ അവരെ പഠിപ്പിച്ചപ്പം കടുങ്കട്ടി പദമൊന്നും പറയണ്ട, മറിച്ച് ഒരൊറ്റ പദം മതി. ഒരു സിമ്പിൾ ആയിട്ടുള്ള പദം, പിതാവേ എന്നൊരൊറ്റ പദം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ സകല ഭയവും മാറിയിട്ട് ഇന്ന് ധൈര്യത്തോടെ അബ്ബ പിതാവേ എന്ന് വിളിച്ച് പുത്രത്വത്തിന്റെ ആത്മാവോടെ ആ സിംഹാസനത്തിലേക്ക് ഓടി വരുവാൻ നമുക്ക് ലഭിച്ചതാണ് ഏറ്റവും വലിയ ഭാഗ്യമെന്ന് തിരിച്ചറിയുന്നെങ്കിൽ, ഒരു പുതിയ നിയമ വിശ്വാസിക്ക് ധൈര്യത്തോടെ അകന്നിറങ്ങും നന്ദി പറയാൻ ഒരു കാരണമുണ്ടെങ്കിൽ എന്റെ കർത്താവിനെ അപ്പ എന്ന് വിളിക്കാൻ. നാഴിക വ്യത്യാസമില്ല, വിനാഴിക വ്യത്യാസമില്ല, വർഷ വ്യത്യാസമില്ല, കാല വ്യത്യാസമില്ല, ഇടങ്ങളുടെ വ്യത്യാസമില്ല, ഭാഷ വ്യത്യാസമില്ല. എവിടെ നിന്നും ഉള്ളു തൊട്ട് അപ്പ എന്നൊരു ഒറ്റ പദം പറഞ്ഞാൽ അവിടെ ഇറങ്ങി വരുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. യാഹുവേ എന്ന പദം ഉപയോഗിക്കാൻ ആ പേടിയുള്ള സമൂഹങ്ങൾ ദൈവത്തിന്റെ കോമ്പൗണ്ട് നെയിമുകളാ അവിടെ ഉപയോഗിക്കുന്നത്. യഹോവ ഇരേ എന്നവർ പറഞ്ഞു. കരുതൽ ആവശ്യമുള്ളപ്പോൾ പറഞ്ഞു യഹോവ ഇരേ. വിജയം ആവശ്യമുള്ളപ്പോൾ യഹോവ നിസി. അതുപോലെ ഇടയന്റെ സാന്നിധ്യം വേണ്ടപ്പോൾ അവനെ പറഞ്ഞു യഹോവ റോഹി, യഹോവ ഷമ്മ, യഹോവ സിദഖീനു എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വ്യത്യസ്ത സ്വഭാവ ഗുണങ്ങളെ അതിനെ ഉയർത്തിക്കാട്ടുന്ന പലവിധ നാമങ്ങൾ അവിടെ പറയുവാനിടയായി. എന്ന പുതിയ നിയമത്തിൽ വന്നപ്പോൾ കർത്താവ് പറഞ്ഞു ഈ പലവിധ നാമങ്ങൾ പലവിധ ആവശ്യങ്ങളുടെ മുമ്പിൽ ആ ജനം പറയുന്നത്. എന്നാൽ ഇവിടെ എന്താവശ്യമുണ്ടെങ്കിലും പലവിധ നാമം പറയണ്ട. ഉള്ളു തൊട്ട് അപ്പ എന്ന് പറയുന്ന ഒറ്റ പദത്തിനകത്ത് എന്തെല്ലാം വേണമോ അതെല്ലാം പ്രവർത്തിക്കാൻ ഇറങ്ങി വരുന്ന ഒരു ദൈവത്തിന്റെ കരമുണ്ടെങ്കിൽ നാം വന്നത് ആ അപ്പന്റെ മുമ്പിലേക്ക്. ഇന്ന് പകരം ഇവിടെ കൂടി വന്നിരിക്കുന്ന ജനം ഹൃദയത്തിന്റെ ഉൾച്ചടങ്ങളുടെ നൊമ്പരങ്ങൾ അറിഞ്ഞ് അവിടെ നിന്നുകൊണ്ട് അപ്പ എന്ന് വിളിക്കുമ്പോൾ ഇറങ്ങി വന്ന് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരപ്പന്റെ സാന്നിധ്യമുണ്ടെന്ന് ഇന്ന് പകൽ തിരിച്ചറിയുന്നെങ്കിൽ ആയിരിക്കുന്ന ഇടങ്ങളിൽ ധൈര്യത്തോടെ അപ്പ എന്ന് വിളിച്ചാൽ അവിടെ ഇറങ്ങി വന്ന് തൊടാൻ കഴിയുന്ന ഒരു ദൈവത്തിന്റെ കാലമുണ്ടെന്ന് ഇന്ന് പകൽ വിശ്വസിക്കുന്നെങ്കിൽ ധൈര്യത്തോടെ ദൈവത്തിന് നന്ദി കൊടുത്തിട്ട് അപ്പ എന്ന് വിളിച്ചാൽ എന്നെ സ്പർശിക്കാൻ കഴിയുന്ന ദൈവത്തിന്റെ കാലമുണ്ട്. നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രിവിലേജ് പുത്രത്വമാണ്. ഈ പുത്രത്വം നമുക്ക് ലഭിച്ചത് നമ്മുടെ മെറിറ്റിലല്ല, മറിച്ച് അവിടുത്തെ വലിയ അബണ്ടന്റ് ഗ്രേസിലാണ്. ഒറ്റ പദമാണ്. ആ ക്രൂശിന്റെ ചുവട്ടിൽ നിന്ന് പാപം നമ്മൾ അവിടേക്ക് കൊടുത്തു. ദൈവം തന്റെ നീതി നമുക്ക് തന്നു. അന്ന് നമ്മൾ അവിടെ നിന്നുകൊണ്ട് വിശ്വാസത്താൽ ആ ക്രൂശിനെ അംഗീകരിച്ചപ്പം ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്, യു ആർ മൈ സൺ. മൂത്ത പുത്രനായിട്ടും ഇളയ പുത്രനായിട്ടുമല്ല, മക്കളായിട്ടാണ് എന്നെ തിരഞ്ഞെടുത്തത് എന്ന് പറഞ്ഞ് ഇതിനകത്ത് വേർകൃത്യമില്ല, ഇതിനകത്ത് വിഭാഗീയതയില്ല, ഇതിനകത്ത് അല്ലെങ്കിൽ ആ പ്രായത്തിന്റെ പഴക്കം കുറച്ചൊന്നുമില്ല. ഇതിനകത്ത് ഒറ്റ പദം മാത്രമേ ഉള്ളൂ, നീ എന്റെ മകനാ, നീ എന്റെ മകളാ. അങ്ങനെയെങ്കിൽ ധൈര്യത്തോടെ എന്റെ അപ്പന്റെ അടുക്കലേക്ക് ഓടി വരുവാൻ എനിക്ക് ലഭിക്കുന്ന പ്രാഗൽഭ്യത്തിന്റെ കാലം ആ ക്രൂശ് മുഖാന്തരം എന്നെ തന്റെ മക്കളായി അഡോപ്റ്റ് ചെയ്തെങ്കിൽ സ്വർഗത്തിന് എന്തൊക്കെയുണ്ടോ അത് മുഴുവൻ അനുഭവിക്കാൻ ഇവിടെ എനിക്ക് കഴിയും. അതാണ് സ്വർഗം ചലിക്കുന്നത് ഈ പുത്രത്വത്തിന്റെ പ്രിവിലേജിനകത്താണ്. ഈ പുത്രത്വം അനുഭവിച്ചിട്ട് സ്വർഗത്തിന്റെ മുഖത്തേക്ക് നോക്കുന്ന ഒരു വ്യക്തിക്ക് സ്വർഗത്തിന് എന്തൊക്കെയുണ്ടോ, ആ ഉയരത്തിൽ എന്തൊക്കെയുണ്ടോ, പിതാവിന് എന്തൊക്കെ അനുഗ്രഹങ്ങളുണ്ടോ അത് മുഴുവൻ ഈ ഭൂമിയിൽ അനുഭവിക്കാൻ അവസരം കിട്ടുന്ന ഒരാളുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ മക്കൾക്കാണ്. ഒരപ്പനുള്ളത് ആ അപ്പന്റെ മക്കൾക്കുള്ളതാണെങ്കിൽ എന്റെ സ്വർഗത്തിലെ അപ്പൻ എന്തൊക്കെയുണ്ടോ അത് മുഴുവൻ ആത്മീകമായിട്ട് അനുഭവിക്കാൻ എല്ലാ പ്രിവിലേജുകളും സ്വർഗം എനിക്ക് തന്നിട്ടുണ്ടെന്ന് ഇന്ന് പകൽ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ, അത് ആത്മാവിൽ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ സ്വർഗത്തിലെ സകലവിധ ആത്മീക അനുഗ്രഹത്തെയും ആവോളം അനുഭവിക്കുവാൻ, സ്വർഗീയ അനുഭവങ്ങളെ പ്രാപിപ്പാൻ അവസരം കിട്ടിയവരാ ഞാൻ നിങ്ങളും. നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രിവിലേജ് സൺഷിപ്പാണ്. എന്നാൽ ഈ സൺഷിപ്പ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ആത്മീകമായിട്ടാണ്. നമ്മൾ അപ്പ എന്ന് വിളിക്കുമ്പോൾ അപ്പനെ നമ്മൾ നേരിട്ട് കാണുന്നില്ല, പക്ഷെ വിശ്വാസത്തെ നമ്മൾ വിളിക്കുക അപ്പാന്ന്. പക്ഷെ നമ്മൾ അനുഭവിക്കുന്ന ഒന്നുണ്ട്,
ഇവിടെയുള്ള നാസ്തികവാദികൾ എത്ര ചലഞ്ച് ചെയ്തു നിന്നാലും നമ്മൾ അന്തരാത്മാവിൽ അനുഭവിക്കുന്ന ദൈവിക ആ കർത്താവിന്റെ ആ അനുഭവത്തെ അല്ലെങ്കിൽ ആ പിതാവിന്റെ ഇടപെടലിനെ കണ്ണിക്കാൻ അവരെ കൊണ്ട് കഴിയത്തില്ല. നമ്മൾ അനുഭവിക്കുന്ന പുത്രത്വത്തെ കണ്ണിക്കാൻ കഴിയത്തില്ല. ജീവിതത്തിന്റെ സമരമുഖത്തിനകത്ത് ഇറങ്ങി വന്ന് വൈദ്യശാസ്ത്രത്തിന് ലോകത്തിനും ഒന്ന് തൊടാൻ കഴിയാത്ത വിഷയത്തിനകത്ത് ഇറങ്ങി വന്ന് ദൈവത്തിന്റെ കരത്തെ കണ്ണിക്കാൻ ഇവിടെ ആർക്കാ കഴിയുന്നത്? ഇവിടെ വാദഗതികളോ ഫിലോസഫികളോ ഇവിടെയുള്ള സൈദ്ധാന്തങ്ങൾ മുഴുവൻ ഇറക്കി നിർത്തിയാലും നമുക്ക് പറയാൻ കഴിയും, എന്റെ അന്തരാത്മാവിൽ ആരും എനിക്കില്ലാതെ നിന്ന മണിക്കൂറിനകത്ത് ഇറങ്ങി വന്നത് മനുഷ്യ കരമല്ല, ആത്മാവിൽ ഞാൻ തിരിച്ചറിഞ്ഞ എന്റെ ഒരു അപ്പന്റെ കരമുണ്ട്. ഭാരമുള്ളിൽ നേരിടുമ്പോ ആ നേരമെല്ലാം എന്നെ താങ്ങിയിട്ട് സാരമില്ല നോതി എന്നെ മാർവോട് ചേർത്ത ഒരപ്പന്റെ കരം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ധൈര്യത്തോടെ നമുക്ക് വെല്ലുവിളിച്ചിട്ട് പറയാൻ കഴിയും, എനിക്ക് വേണ്ടി എന്റെ ജീവിതത്തിന്റെ സമരമുഖത്തിനകത്ത് ഇറങ്ങി വന്ന ഒരപ്പന്റെ കരമുണ്ട്. മരണത്തെ മുഖാമുഖമായി കണ്ടപ്പോൾ അതിന് നടുവിൽ ഇറങ്ങി വന്ന ഒരപ്പന്റെ കരമുണ്ട്. നമ്മൾ ആത്മാവിലെ ഇത് അനുഭവിച്ചറിഞ്ഞത്. നമ്മൾ ഈ അപ്പനെ പറ്റി പറയുമ്പോൾ ഈ പുത്രത്വം അനുഭവിച്ചത് നമ്മൾ ആത്മാവില്ല. എന്നാൽ നമ്മുടെ പ്രത്യാശ കിടക്കുന്നത് അവിടെയല്ല. ഇന്നും നമ്മൾ ആത്മാവിൽ ആ തിരിച്ചറിഞ്ഞ ആ പുത്രത്വത്തിന്റെ പൂർത്തീകരണം ഇനിയും നമ്മൾ നേരിട്ട് കാണുന്ന ഒരു ദിവസമുണ്ട്. ഇന്ന് നമ്മൾ ആത്മാവിൽ അപ്പാന്ന് വിളിച്ചു, ഇന്ന് ആത്മാവിൽ നമ്മൾ അപ്പാന്ന് വിളിച്ചു. എന്നാൽ ഒരു ദിവസം ഇനി വരിക, താനായിരിക്കുന്നത് പോലെ തന്നെ ആ പൊന്മുഖത്തെ കണ്ട് മുഖാമുഖമായി നമ്മൾ അപ്പ എന്ന് വിളിക്കുന്ന ഒരു ദിവസമുണ്ട് എന്നതാണ് നമ്മുടെ പ്രത്യാശയെങ്കിൽ ഇന്ന് അപ്പ എന്ന് വിളിക്കുന്നവർ അധികം താമസമെന്നേ ആ തേജസ്സിന്റെ വസ്ത്രധാരികളായി നമ്മുടെ ആത്മമണവാളനെ നേരിട്ട് കാണുന്ന ഒരു ദിവസമുണ്ട്. അതാണ് ഈ പുത്രത്വത്തിന്റെ പൂർത്തീകരണം എന്ന് പറയുന്നത്. ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് ഈ ഇന്നത്തെ പരിധികളെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് നമ്മൾ ഉയർന്ന തേജസ്സിൽ നമ്മുടെ അപ്പനെ നേരിട്ട് അപ്പ എന്ന് വിളിക്കുന്ന ഒരു ദിവസമുണ്ട്. അപ്പൊ പുത്രത്വത്തിന്റെ പൂർത്തീകരണമാണ് നമ്മുടെ ഏറ്റവും വലിയ ഉറപ്പ്. അടുത്തത് നാലാമത്തെ കാര്യം, നമ്മൾ ഇതിനു വേണ്ടി കാത്തിരിക്കുന്നത് ക്ഷമയോടെ കാത്തിരിക്കുക. 2000 വർഷമായിട്ടൊരു മെസ്സേജിന് ജീവൻ ഉണ്ടെങ്കിൽ അത് ഈ പ്രത്യാശയുടെ മെസ്സേജിനാണ്. പക്ഷെ ആ ജീവൻ പോയെന്നതൊരു സംശയമാണ്. നമുക്ക് പോയെന്ന് പറഞ്ഞ ആ മെസ്സേജിന് ജീവൻ ഇല്ലാതായിരിക്കുന്നില്ല. ആത്മാവകത്തുള്ള എല്ലാവരുടെയും ഉള്ളിൽ ഈ മെസ്സേജ് ഒരു ജീവനാണ്. കാരണം ഞാൻ ജീവിക്കുന്നത് ഈ ഭൂമിക്ക് വേണ്ടിയല്ല, ഞാൻ ജീവിക്കുന്നത് ആ വീണ്ടെടുപ്പിന് വേണ്ടിയാണ്. ഒരു ചെറിയ പാക്കേജിൽ ഈ ഭൂമി ദൈവം എനിക്ക് തന്നിട്ടേ ഉള്ളൂ, പക്ഷെ ഇത് അഴിഞ്ഞു പോകും. ഈ കൂടാരമായ ഭൗമഭവനം അഴിഞ്ഞു പോകും. എന്നാൽ ഈ 2000 വർഷമായിട്ട് ഭക്തന്മാരെ ഉറപ്പിച്ചു നിർത്തുന്ന ഒറ്റ കാര്യം ഈ നിത്യ തേജസ്സിന്റെ പ്രത്യാശയാണ്. ചെടയാടുകളുടെയും കോലാടുകളുടെയും തോലുകളുടെ മുമ്പിൽ നിർത്തിയപ്പം, ജീവനോടെ അറുത്തു മുറിക്കാൻ നോക്കിയപ്പം, സാമ്രാജ്യിക ശക്തികൾ ജീവനോടെ കത്തിച്ചമരാൻ നോക്കിയപ്പം, അവിടെ ഭക്തന്മാർ അവരെ പലരെയും ആ കത്തിക്കാൻ പോകുന്നതിന് മുമ്പേ ബന്ധിക്കാൻ തുടങ്ങിയപ്പോൾ അവര് പറഞ്ഞു, ബന്ധിക്കേണ്ട ആവശ്യമില്ല, ജീവനോടെ നിന്ന് കത്തി അമരാൻ ഞങ്ങൾക്ക് കഴിയും. കാരണം മരണത്തെ ഞങ്ങൾക്ക് പേടിയില്ല, മരണത്തെ പേടിയില്ല. അന്ന് സമൂഹങ്ങൾ മരണത്തെ പേടിയില്ലാതെ മരണം വരിച്ചു. കാരണം അവർക്കറിയാം ഇതിനപ്പുറത്ത് ഒരു നിത്യ തേജസ്സിന്റെ പ്രത്യാശ അവർക്കുണ്ട്. അന്ന് മാത്രമല്ല, ഇവിടെ ദൈവദാസൻ പറഞ്ഞതുപോലെ ഇന്നും ലോകത്തിന്റെ എത്രയോ രാജ്യങ്ങളിൽ കർത്താവിന് വേണ്ടി ക്രിസ്ത്യാനികൾ മരിച്ചു വീഴുക. നമ്മളൊക്കെ സുഖത്തിന്റെ പാരമ്യത്തിനകത്ത് ജീവിക്കുന്നവരാ. എന്നാൽ ക്രിസ്തുവിന് വേണ്ടി എരിഞ്ഞടങ്ങുന്ന ഒത്തിരി സമൂഹങ്ങൾ ഈ കഴിഞ്ഞ 5 വർഷത്തിനകത്ത് നൈജീരിയയിലൊക്കെ ലക്ഷക്കണക്കിന് ക്രിസ്ത്യാനികൾ ക്രിസ്തുവിന് വേണ്ടി കരുത്തറക്കപ്പെട്ട് അവരവിടെ വീഴുവാനിടയായി. എന്നാലും അവർ വിശ്വാസത്തെ തള്ളിപ്പറഞ്ഞില്ല. കാരണം അവർക്കൊരു ഉറപ്പുണ്ട്, ഇതൊരു അല്പകാലത്തേക്ക് മാത്രമേ ഉള്ളൂ, ഇതൊരു നൊടി നേരത്തേക്ക് മാത്രമേ ഉള്ളൂ. എന്നാൽ അത്യന്തം അനവധിയായി ഒരു തേജസ്സിന്റെ നിത്യഗനം, ഒരു നിത്യ നാട് ദൈവം ഒരുക്കിയിട്ടുണ്ടെന്ന് അന്തരാത്മാവിലുള്ള ബോധ്യം മരണത്തെ പേടിയില്ലാതെ ധൈര്യത്തോടെ നിൽക്കാൻ അവർക്ക് കരുത്ത് നൽകിയെങ്കിൽ ദൈവം നമ്മെ വിളിച്ചത് അങ്ങനെ പ്രത്യാശയ്ക്ക് വേണ്ടിയാ. എന്റെ പ്രിയരെ, ഇന്ന് നമുക്ക് പെർസിക്യൂഷൻ കാണത്തില്ല. പക്ഷെ ഞാൻ ഈ നാട്ടിൽ പലയിടത്തും പറഞ്ഞത്, അടുത്തൊരു 10 വർഷത്തിനകത്ത് 15 വർഷത്തിനകത്ത് ഈ നാട്ടിൽ പെർസിക്യൂഷൻ തുടങ്ങും. ഇന്ന് യാതൊരു ബുദ്ധിമുട്ടുകളും ഈ നാട്ടിൽ അതിന് ആരംഭം കുറിച്ച് അടുത്ത 15 വർഷത്തിനകത്ത് പീഡനം ഈ നാട് കാണും. ഇതൊരു പ്രവചന ദൂതായിട്ട് തന്നെ ഹൃദയത്തിനകത്ത് ഏറ്റെടുത്തോ. ഈ നാടിനകത്ത് പെർസിക്യൂഷൻ കാണും.
എന്നാൽ അതിന്റെ നടുവിൽ തമ്പുരാൻ ഒറ്റ കാര്യമാണ് നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നത്. അവിടുത്തെ വരവ് താമസിക്കുന്നെങ്കിൽ ഈ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട്, പ്രത്യാശയുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊണ്ട്, വിളിച്ചവൻ വിശ്വസ്തനാണെന്നുള്ള ആന്തരിക ബോധ്യത്തോടെ ഈ വചനത്തിന് വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കാൻ ഞാൻ തയ്യാറാകുന്നെങ്കിൽ അവിടെയാണ് ദൈവിക പദ്ധതിയിൽ പൂർത്തിയാകുവാനിടയാകുന്നത്. എങ്ങനെയാ കാത്തിരിക്കുന്നത്? 2000 വർഷമായിട്ട് സമൂഹങ്ങൾ ക്ഷമയോടെ ഇതിനു വേണ്ടി കാത്തിരിക്കുക, ക്ഷമയോടെ കാത്തിരിക്കുക. അതിന് അവിടെ ഉപയോഗിച്ചൊരു പദമുണ്ട്, ഈറ്റുനോവോടെ കാത്തിരിക്കുക, ക്ഷമയോടെ കാത്തിരിക്കുക. എന്താ ഈ അതിനെ നമുക്കറിയാം, ഒരു കുഞ്ഞു ഉദരത്തിനകത്ത് ഉളവാകുന്ന സമയം മുതൽ കാത്തിരിപ്പ് തുടങ്ങുക. അതിന് പല ഫേസുകളുണ്ട്, അതിന് പല സ്കാനിങ്ങുകളുണ്ട്. ഇതൊക്കെ വരുമ്പോൾ ഡോക്ടർമാർ ഓരോന്ന് പറയുമ്പോൾ കാത്തിരിപ്പ് കൂടും. പക്ഷേ ഒരൊറ്റ മാതാവും പിതാവും 6 മാസം കഴിയുമ്പോൾ ഒരു സ്കാനിങ് കാണുമ്പോൾ ഡോക്ടർമാരോട് പറയത്തില്ല, ഞങ്ങൾക്ക് ആ കുഞ്ഞിനെ കാണാൻ ഭയങ്കര തിടുക്കായി, അതുകൊണ്ട് ഈ 6-ാം മാസത്തിൽ ആ കുഞ്ഞിനെ ഞങ്ങൾക്ക് തരാൻ ആരും പറയില്ല. കാരണം അവർക്കറിയാം അവിടെ ലഭിക്കുന്നത് പ്രീ മെച്യൂർ ബേബിയാണ് എന്ന് പറഞ്ഞാൽ until that 9 month അവർ കാത്തിരിക്കാൻ തയ്യാറാണ്. എന്നാൽ 9-ാമത്തെ മാസം അതിന്റെ കൃത്യസമയമാകുമ്പോൾ, ആ ഡെലിവറി പെയിൻ തുടങ്ങുന്ന സമയത്ത് ഒരു മാതാവും പിതാവും പറയത്തില്ല, കുറേയും കൂടെ എന്റെ കുഞ്ഞ ഉദരത്തിനകത്ത് വളരട്ട്, അതിനുള്ള സാഹചര്യം ഒരുക്കാൻ പറയില്ല. അവിടെ അവർക്ക് ആവേശമാണ്. 6-ാം മാസത്തിൽ അവർക്ക് ക്ഷമയുണ്ട്, എന്നാൽ അവിടെ അവർക്ക് ആവേശമാണ്. കാരണം ആ പാൽ പുഞ്ചിരി കാണാൻ അവരകത്ത് ആവേശത്തോടെ കാത്തിരിക്കുക. ഞാൻ പറഞ്ഞത്, നമുക്ക് പുറകിൽ വലിയൊരു സമൂഹം ക്ഷമയോടെ ഇതിനു വേണ്ടി കാത്തിരുന്നു. അറിയില്ല, ഒരു പക്ഷേ നമ്മുടെ തലമുറയിൽ ആ തേജസ്സിന്റെ പ്രത്യാഗമനം നടന്നേക്കാം. ആഗോളപരമായി കർത്താവിന്റെ വരവിന്റെ ഏറ്റവും വലിയ ലക്ഷണം എന്തെന്ന് ചോദിച്ചാൽ, കർത്താവ് പറഞ്ഞത്, ഞാൻ വരുമ്പോ വിശ്വാസം കണ്ടെത്തുമെന്ന്. പൗലോസ് എഴുതി വെച്ചത്, വിശ്വാസത്യാഗം സംഭവിക്കുകയും അധർമ്മ മൂർത്തിയായവൻ വെളിപ്പെടുകയും ചെയ്യണമെന്ന്. എന്ന് പറഞ്ഞാൽ അന്ത്യകാലത്തിന്റെ ഏറ്റവും വലിയ ലക്ഷണം വിശ്വാസത്യാഗമാണ്. അന്ത്യകാലത്തിന്റെ ഏറ്റവും വലിയ ലക്ഷണം വിശ്വാസത്തിലെ മടുപ്പാണ്. അന്ത്യകാലത്തിന്റെ ഏറ്റവും വലിയ ലക്ഷണം ദൈവജനം ദൈവവചനത്തെ വിട്ടു മാറുന്നതാണ്. അങ്ങനെയെങ്കിൽ അത് മുഴുവൻ നമ്മുടെ കണ്ണിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. രാഷ്ട്രീയ ലോകത്ത് നോക്കിയാൽ അവിടെ ലക്ഷണങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ലോകവ്യാപകമായി നോക്കിയാൽ സകല ലക്ഷണങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. നമ്മൾ വിശ്വസിക്കുന്നു, ഒരു പക്ഷേ ഈ 2 സഹസ്രാബ്ദത്തിലധികമായി ഭക്തന്മാർ കാത്തിരുന്ന ആ തേജസ്സിന്റെ സുദിന ഒരു പക്ഷേ നമ്മുടെ തലമുറയിൽ നമ്മുടെ കണ്ണുകൊണ്ട് അത് കാണേണ്ടി വന്നാൽ എത്ര പേർക്ക് പറയാൻ കഴിയും, എന്റെ കർത്താവേ, ലജ്ജിച്ചു പോകാതെ അങ്ങയുടെ സന്നിധിയിൽ നിൽക്കാൻ. പൗലോസൊക്കെ പറയുന്ന ഒരു പദമുണ്ട്, ഞാൻ അതിനുവേണ്ടിയാ കാത്തിരിക്കുന്നത്. ഒരു ആയുസ് മുഴുവൻ ഓടുന്നത് അതിനു വേണ്ടിയാ. വല്ലവിധരെയും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഒരു പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വെച്ച് താൻ പറഞ്ഞു, മറ്റൊന്നിലും എനിക്ക് ഒരാഗ്രഹവുമില്ല, മറിച്ച് ഒറ്റ ആഗ്രഹം, വല്ലവിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഒരു പുനരുത്ഥാനം. എന്റെ പ്രിയരെ, സ്വർഗം നമ്മെ ചലഞ്ച് ചെയ്യുന്നത് നമ്മുടെ അകത്ത് ഈ ഒരു പ്രത്യാശ വർദ്ധിക്കട്ടെ, ഇതിനു വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കട്ടെ. നമ്മുടെ അന്തരാത്മാവിൽ ജീവൻ വരട്ടെ, പ്രത്യാശയുടെ ജീവൻ നമ്മുടെ അകത്ത് സംഭവിക്കട്ടെ, നമ്മുടെ ആത്മീക മടുപ്പ് മാറട്ടെ. കാരണം ഇതൊരു യാഥാർത്ഥ്യമാണ്, കർത്താവ് വരും. കാരണം ഇന്നത് യാഥാർത്ഥ്യമാണോ തന്നെ ചോദ്യം. വരുവോ? കേട്ട് മടുത്തുപോയി. വരുമെന്ന് പറഞ്ഞ് കേട്ട് മടുത്തുപോയി. പണ്ട് മല്ലന്റെയും മാധവന്റെയും കഥ പഠിച്ചപ്പം പുലി വരുമെന്ന് പറഞ്ഞ് അവസാനം ശരിക്ക് പുലി വന്നിട്ടും തിരിച്ചറിഞ്ഞില്ലെന്ന് പറഞ്ഞതുപോലെ ഇത് പലവട്ടം കേട്ട് നമ്മൾ അങ്ങ് മടുത്തുപോയതുപോലായി. എന്ന സഭയോട് ആവർത്തിച്ചു പറയുന്ന ദൂത്, എപ്പോഴും പറയുന്ന ദൂത്, നമ്മുടെ കർത്താവ് വരും. നനയാത്ത നേരത്തിലും മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് ഒരുങ്ങിയിരിക്കാൻ ഒരു വട്ടം കൂടെ കർത്താവ് നമ്മോട് പ്രബോധനം പറയുമ്പോ ക്ഷമയോടതിനു വേണ്ടി കാത്തിരുന്ന ആ പ്രത്യാശ നമ്മുടെ അകത്ത് ജ്വലിക്കുവാനിടയാകട്ടെ. നമ്മുടെ കർത്താവ് വരും. ഇന്ന് നമ്മൾ ഒത്തിരി പരിമിതികളെ നേരിടുന്നവരാ. പക്ഷേ ആ ദിനം പരിമിതി മാറുന്ന ദിവസമാണ്. ഇന്ന് കണ്ണിന്റെ കാഴ്ച കുറയും. നമ്മൾ പ്രായമുള്ളവരോട് ചോദിച്ചാൽ അവരുടെ ഏറ്റവും വലിയ നിരാശ എന്ന് പറഞ്ഞാൽ അവരുടെ യൗവനമാണ്. അവർ പറയും, ഞങ്ങളുടെ യൗവനം ഓടി നടന്നൊരു കാലഘട്ടമുണ്ട്. കാലിന്റെ പ്രവൃത്തി വേഗം, കൈയുടെ ഗതിവേഗം, കണ്ണിന്റെ കാഴ്ച, ത്വക്കിന്റെ സൗന്ദര്യം, ഇത് മുഴുവൻ ത്രസിച്ചു നിന്നൊരു കാലഘട്ടം. പക്ഷെ ഇന്ന് അവർ പറയും, ഇത് പലതും കുറഞ്ഞു പോയി. കണ്ണിന്റെ കാഴ്ച കുറഞ്ഞു, കാതിന്റെ കേൾവി കുറഞ്ഞു, ഈ ഗ്രഹിക്കുന്ന രീതികൾ കുറഞ്ഞു, മറവി സംഭവിച്ചു, ആ കാലിന്റെ പ്രവൃത്തി വേഗം കുറഞ്ഞു, കൈയുടെ ഗതിവേഗം കുറഞ്ഞു. ഇതിനകത്ത് പലതിനകത്തും അവർക്ക് ക്ഷീണം സംഭവിച്ചു പോയി. പക്ഷെ ഒരു ഭക്തനോട് ചോദിക്കണം, അവർ പറയുന്നു, ഇതൊക്കെ സംഭവിക്കുമ്പോഴും ഇതുവരെ കണ്ടതല്ല യൗവനം,
ഇതുവരെ അനുഭവിച്ചതല്ല യൗവനം. എനിക്ക് നഷ്ടപ്പെട്ടു പോയ യൗവനമല്ല എന്റെ വിഷയം, മറിച്ച് ഇനി ഒരു ദിവസം വരുന്നുണ്ട് എന്റെ അരുമനാഥന്റെ വീണ്ടെടുപ്പിന്റെ ശരീരത്തോട് ഞാൻ സമരസപ്പെടുന്ന ഒരു തേജസ്സിന്റെ ദിവസമുണ്ട്. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് എന്റെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപനായി രൂപാന്തരപ്പെടുത്തും. എന്നെ ഉറപ്പിച്ചു നിർത്തിയ ഒരു പദമാണ് അവൻ സകലതും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി. ഏത് നാട്ടിൽ നിന്ന് പൗലോസ് ഇത് പറയുന്നത്? റോമിന്ന് പറയുന്നത്. അതുവരെ റോം മുഴുവൻ കേട്ട ഒറ്റ ശക്തിയേ ഉള്ളൂ. ആ ശക്തിയുടെ പേരെന്ന് പറഞ്ഞ സകലതും കീഴ്പ്പെടുത്തുന്ന കൈസറിന്റെ ശക്തി. മനുഷ്യനെ കൊല്ലാൻ കഴിയുന്ന കൈസറിന്റെ അധികാരം, ഒരുവനെ തടവിലാക്കാൻ കഴിയുന്ന കൈസറിന്റെ അധികാരം, ഒരുവന്റെ ജീവൻ എടുക്കാൻ കഴിയുന്ന കൈസറിന്റെ അധികാരം, ഒരുവനെ മരണശിക്ഷയ്ക്ക് വിധിക്കാൻ കഴിയുന്ന കൈസറിന്റെ അധികാരം. എന്നാൽ മരിപ്പിക്കാനുള്ള അധികാരം മാത്രമേ കൈസറിനുള്ളൂ. എന്നാൽ ഇവിടെ പറയുക അവൻ സകലതും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപനായി രൂപാന്തരപ്പെടുത്തുമെങ്കിൽ സകലത്തെയും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന ആ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപനായി രൂപാന്തരപ്പെടുത്തുന്ന ആ ദൈവിക ശക്തിയുടെ ആ വലിയ അനുഭവങ്ങൾ ആ ദിവസം വെളിപ്പെടാനായി സഭ അപ്രത്യാശയ്ക്കകത്ത് ഉറച്ചു നിൽക്കട്ടെ. നമ്മുടെ അരുമനാഥൻ വരാറായി. നമ്മൾ പ്രത്യാശയോടെ പണ്ട് കൺവെൻഷനൊക്കെ തീരുമ്പോ പറഞ്ഞു നിർത്തുന്ന ഒരു പദമുണ്ട്, കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ ഇറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും അവനോട് കൂടെയായിരിക്കും. എത്ര പേർക്ക് പ്രത്യാശയുടെ ധൈര്യത്തോടെ ഇന്ന് പകൽ അല്പനിമിഷങ്ങളെ കർത്താവിനെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയും. നമ്മുടെ ആത്മാവാണ് പ്രത്യാഗമിക്കാനായി. Hallelujah. സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തിയാൽ നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ ഉയർത്താൻ കഴിയുന്ന ദൈവശക്തി. ഈ ഭൂമിയിൽ നഷ്ടപ്പെട്ടു പോയതൊക്കെ നമ്മുടെ പരിമിതിയാണ്. പക്ഷെ നമ്മുടെ പൂർണ്ണത ആ വെളിപ്പെടുന്ന ദിവസമാണ്. ഞാൻ ഒറ്റ വരിയും കൂടെ പറഞ്ഞു നിർത്തുക. എൻ്റെ ജീവിതത്തിന്റെ അനുഭവത്തിലൂടെ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരാ. എൻ്റെ പ്രിയപ്പെട്ടവർ ഈ കഴിഞ്ഞ ദിവസം താൻ എഴുതിയ ഒരു ലേഖനത്തിനകത്ത് എഴുതിയ ഒരു വരി ഉണ്ടായിരുന്നു, എന്നിൽ അറുത്തു മാറ്റിയ അവയവങ്ങൾ എൻ്റെ പരിമിതിയാ. അത് എൻ്റെ ആയുസ് തീരുന്നത് വരെ ഇത് പരിമിതിയായിട്ട് തുടരുക തന്നെ ചെയ്യും. എന്നാൽ ഒരു ദിവസം വരും, അവയവരഹിതയായിട്ടല്ല, സകല തികവോടുകൂടെ എനിക്ക് എൻ്റെ കർത്താവിനെ കാണാൻ കഴിയും. ഞാൻ അവിടെ നിന്ന് ആ പ്രത്യാശയിൽ ദൈവത്തിന് നന്ദി പറഞ്ഞു. ഇന്ന് നമുക്ക് എന്തൊക്കെ പരിമിതി അകത്ത് കിടന്നാലും ഇതൊരു പരിമിതിയല്ല, മറിച്ച് മാൻകിടാക്കൾ തുള്ളി കളിക്കുന്നത് പോലെ തേജസ്സിന്റെ നിത്യ യൗവനത്തോടെ എന്റെ അരുമനാഥനെ കാണാൻ സ്വർഗം നമുക്കൊരു കാലം ഒരുക്കിയിട്ടുണ്ടെന്ന് അകത്ത് പ്രത്യാശയുള്ളവർ അല്പനിമിഷങ്ങളെ കാലമടിച്ച് ഇന്ന് പോലെ ദൈവത്തിന് മഹത്വം കൊടുത്തിട്ട് വരാ. ആ തേജസ്സിന്റെ ആ നിത്യ ശരീരധാരിയായി നമുക്ക് നമ്മുടെ അരുമനാഥനെ കാണാം. Hallelujah. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെല്ലാം അടയ്ക്കാം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മെ ഇന്ന് പകൽ പ്രബോധിപ്പിക്കുന്നത് പ്രത്യാശയിലേക്ക് മടങ്ങുക. പുനരാഗമനത്തിന്റെ ആ തേജസ്സിന്റെ ഉറപ്പിലേക്ക് മടങ്ങുക. അരുമനാഥന്റെ പ്രത്യാഗമനത്തിനായിട്ടുള്ള ഒരുക്കത്തിലേക്ക് മടങ്ങുക. പരിശുദ്ധാത്മാവിന്റെ ഇടപെടലിലേക്ക് മടങ്ങുക. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങൾ ഒന്നിച്ച് ഞങ്ങളുടെ സന്നിധിയിൽ വരുന്നു. പ്രത്യാശ എവിടേക്കോ ഞങ്ങൾ നഷ്ടപ്പെട്ടു പോയി. മാനുഷികമായി ഞങ്ങൾ ചലിക്കാൻ തുടങ്ങി. അങ്ങ് ഞങ്ങളെ ഇന്ന് പകൽ പ്രബോധിപ്പിച്ചത് ആ നിത്യ തേജസ്സിന്റെ പ്രത്യാശയാൽ ഞങ്ങളുടെ ഉള്ളം ഒരുങ്ങി അങ്ങയ്ക്ക് വേണ്ടി കാത്തിരിക്കാൻ സമർപ്പിക്കുന്ന കർത്താവേ, അങ്ങയുടെ ദൂതുകളുടെ മുമ്പാകെ സമർപ്പിക്കും. ഇനി ജനത്തെ അനുഗ്രഹിക്കുന്നു. ജനം വിടിവിക്കപ്പെടട്ടെ. ജനത്തിന് പ്രത്യാശ ദൈവം നൽകട്ടെ. ഭയത്തിന്റെ ആത്മാവുകൾ മാറിപ്പോകട്ടെ. നിരാശയുടെ ആത്മാവുകൾ മാറിപ്പോകട്ടെ. വളരെ പരാജയത്തിന്റെ ആത്മാവുകൾ മാറിപ്പോകട്ടെ. നിത്യ തേജസ്സിന്റെ പ്രത്യാശ ജനത്തിന്റെ ഉള്ളിൽ സ്വർഗം പകരുന്നതിന് നന്ദി പറയുന്നു. അങ്ങയുടെ ജനത്തെ അനുഗ്രഹിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.